നമ്മുടെ അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? അതിപ്പോ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കുള്ള ഒരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്കുള്ള അതായത് സ്ത്രീകൾക്കുള്ള ഡിസൈൻഡ് കുർത്തീസ് ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ അവരിലേക്ക് എത്തിക്കുന്നു എന്നതും അത് കൂടാതെ സ്ത്രീകൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് കിട്ടിയ ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സംഭവം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിന്റെ റിക്വസ്റ്റ് കൊണ്ട്. മറ്റൊന്നിനെ കുറിച്ചല്ല, നമ്മുടെ ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച്. അതിനെക്കുറിച്ച് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും. അടൂരിൽ പ്രവർത്തിക്കുന്ന ഒരു തുണിക്കടയാണ് ഈ ഒലീവിയ സിൽക്സ് എന്ന് പറയുന്നത്. ഒരു ഭാര്യയും ഭർത്താവുമാണ് ഇതിന്റെ നടത്തിപ്പുകാര്. സ്ത്രീകൾക്കുള്ള കുർത്തിയാണ് ഇവരുടെ ട്രേഡ് മാർക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓൺലൈനായിട്ടും അല്ലാതെയും നേരിട്ടും ഒക്കെ ഇവർ ഈ കുർത്തി വിൽക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒലീവിയ ഡിസൈൻസ് എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഏകദേശം 4 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഇവർക്കുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം കുർത്തികൾ ഡെലിവറി ചാർജ് ഇല്ലാതെ കസ്റ്റമേഴ്സിൽ നേരിട്ട് എത്തിച്ചു കൊടുത്താണ് ഇവർ ഇത്രയും ഫേമസ് ആയത്. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് ജോലി കൊടുത്ത് ഒരു വുമൺ ഫ്രണ്ട്ലി സ്ഥാപനം എന്ന നിലക്ക് ആളുകൾ ഇവരെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പൊ നിലവിൽ ഒലീവിയ ഡിസൈൻസിനെതിരെ ഉയർന്നു വരുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ തന്നെയാണ്. അതും 1ഉം 2ഉം പരാതികളൊന്നല്ല ഇവർക്കെതിരെ വന്നിട്ടുള്ളത്. ഇവരുടെ സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്തവരും അതുപോലെ തന്നെ ജോലി ചെയ്തവരുമായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളാണ് സെയിം പരാതിയുമായി വന്നിട്ടുള്ളത്. വമ്പൻ ഓഫറുകളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇന്റർവ്യൂവിന് പരസ്യം ചെയ്യാറ്. 25,000 രൂപ സാലറി, ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അതും വെറും 3 മണിക്കൂർ മാത്രം ജോലി. ബാക്കിയുള്ള സമയങ്ങളിൽ ഡാൻസും പാട്ടും പ്രോഗ്രാംസും ഒക്കെ ആയിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസ്. ഇതൊക്കെയാണ് ഇവരുടെ ഓഫറുകൾ. ഒരു തുണിക്കടയിൽ ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് ആരും ഇത്തരത്തിലുള്ള ഓഫറുകളൊന്നും പ്രതീക്ഷിക്കൂല അല്ലെ. എന്തായാലും ഇങ്ങനത്തെ ഇവരുടെ പരസ്യങ്ങളൊക്കെ കണ്ട് ചെന്ന് കയറി കൊടുത്ത ഒരുപാട് പെൺകുട്ടികൾക്കാണ് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ പ്രശ്നം ലൈവിൽ പൊങ്ങി വരാൻ ഒരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, കൺമണി എന്ന് പറയുന്ന അടൂറുകാരിട്ട ഒരു റീലാണ്. നമുക്ക് എന്തായാലും അതൊന്ന് ആദ്യം കണ്ടു നോക്കാം. ഹായ്, ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? അതിപ്പോ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കുള്ള ഒരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്കുള്ള അതായത് സ്ത്രീകൾക്കുള്ള ഡിസൈൻഡ് കുർത്തീസ് ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ അവരിലേക്ക് എത്തിക്കുന്നു എന്നതും അത് കൂടാതെ സ്ത്രീകൾക്ക് ജോലി സാഹചര്യം കൂടുതലായിട്ട് കൊടുക്കുന്നു എന്നതും കൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ആയത്. അപ്പൊ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അതിപ്പോ എന്തോ ആയിക്കോട്ടെ അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വേറൊന്നുമല്ല, നിങ്ങളുടെ കമന്റ്സൂടെ കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ. കണ്ടല്ലോ, ഈ റീലിന്റെ കമന്റ് ബോക്സിലാണ് ലേറ്റസ്റ്റ് ആയി ഒലീവിയ ഡിസൈൻസിനെതിരെ പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിനു മുമ്പും ഇഷ്ടംപോലെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും അവരതൊക്കെ ഒതുക്കി തീർക്കായിരുന്നു. അപ്പൊ ഈ റീലിന്റെ കമന്റ് ബോക്സിൽ വന്ന ചില പെൺകുട്ടികളുടെ ചില അനുഭവങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം. ജോലി ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് പറയുക, ദൈവത്തെ ഓർത്ത് ആ വീഡിയോ കണ്ടിട്ട് പോവല്ലേ, എന്റെ എക്സ്ഫോൺ കേടായി പോയി, അത് നന്നാക്കിയ പലതും ഞാൻ തെളിവോടെ അയച്ചു തന്നേനെ. ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്, വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്. ഉടായ്പ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഡയലോഗ് മാത്രമേ ഉള്ളൂ. പെരുമാറ്റം കണ്ടാൽ ഇതിനും യോഗിച്ച ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്. കാശ് ഉണ്ടായിട്ട് കാര്യമില്ല, വിവരവും ബോധവും വേണം. പാവങ്ങൾക്ക് ജോലി കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്, എന്നിട്ട് ക്യാഷ് ഉള്ളവരെയാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഭർത്താവ് ഒരു കഴിവില്ലാത്തവനാണ്, ഭാര്യയാണ് അവിടെ ഭരിക്കുന്നത്. അതുമല്ല അവരുടെ പെരുമാറ്റം വളരെ മോശമാണ്. എൻ്റെ അമ്മയും ഞാനും കൂടെ ഇന്റർവ്യൂവിന് പോയിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഒരിക്കലും അത് ഞാൻ മറക്കില്ല, ആരും പോകരുത്. ആ കൺമണി എൻ്റെ ഒരു കസിൻ്റെ അനുഭവം പറയാം. ഞാൻ എൻ്റെ കസിൻ സിസ്റ്റർ പറഞ്ഞ് അവൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്തിരുന്നു. ആദ്യം വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ അവർ ബയോഡേറ്റ അയക്കാൻ പറഞ്ഞു. ഞാൻ അവർക്ക് CV അയച്ചു കഴിഞ്ഞു. അവർ ക്വാളിഫൈഡ് അല്ലെന്നും പറഞ്ഞ് റിപ്ലൈ ചെയ്തു. പക്ഷെ അവൾ ഡിഗ്രി പഠിച്ച കുട്ടിയാണ്. കാരണം അന്വേഷിക്കാൻ ഞാൻ തന്നെ വിളിച്ചപ്പോൾ ഒരു ആണായിരുന്നു എടുത്തത്. ഫസ്റ്റ് കുറെ ഞൊട്ടി ന്യായം പറഞ്ഞു. ലാസ്റ്റ് അവർ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു താനാകുമെന്ന്. താൻ അയച്ച പ്രൊഫൈൽ കുട്ടി ഫെയർ അല്ല. ആക്ച്വലി ഞാൻ ഇവരുടെ നോ സേവ് ആക്കി വെച്ചിട്ടാണ് CV ഒക്കെ അയച്ചത്. ഇതിനു മുമ്പും കുറെ കുട്ടികൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ അതിലൊന്നും മൈൻഡ് ആക്കിയിരുന്നില്ല. പക്ഷെ സ്കിൻ കളർ മാത്രമാണ് നോക്കുന്നതെന്ന് തോന്നി ഞാൻ തിരിച്ചയാളോട് ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കുറെ റൈസായി. ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ കട്ടാക്കി. തിരിച്ച് വാട്സപ്പ് മെസ്സേജ് ഇട്ടപ്പോൾ അവർ മെസ്സേജ് ഓൾ ക്ലിയർ ആക്കിയിട്ട് ബ്ലോക്ക് ആക്കി. ഇൻസ്റ്റാ പേജും മെസ്സേജ് പോകുന്നില്ല. അവർ കമന്റ് ബോക്സ് ഓഫാണ്. പിന്നെ അവരെ ആഡ് കാണുമ്പോൾ ഇതൊക്കെ എപ്പോഴും ഓർക്കും. ഇനി മറ്റുള്ളവർക്ക് ഇങ്ങനെയാണെന്ന് അറിയില്ല. So wait. വെളുപ്പ് കറുപ്പ് എന്ന വേർതിരിവുള്ള ഷോപ്പാണ്. ഇന്റർവ്യൂ ചെയ്യുന്ന അവരുടെ ഹസ്ബൻഡ് ബയോഡാറ്റ 2 ആയിട്ടാണ് വെക്കുന്നത്. ഒന്ന് കറുപ്പ്, മറ്റൊന്ന് വെളുപ്പ്. വെളുത്തവരോട് ചോദിക്കും നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്, അല്ലാതുള്ളവരോട് പറയും വിളിക്കാം എന്ന്. ഇതാണ് ഒലീവിയയുടെ ഇന്റർവ്യൂ. ഇത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും പറഞ്ഞതാണ്. CB ഫ്രോഡാണ്. 10,000 സാലറി പറയും, 2,000 വെച്ചിട്ട് ഇൻഷുറൻസ് പിടിച്ചിട്ട് 8,000 കയ്യിൽ തരാമെന്ന് പറയും. കിട്ടിയപ്പോൾ 6,000. 8 വർഷം മുമ്പുള്ള കഥയാണ്. അന്നത്തെ സ്റ്റാഫും അവരുടെ വീട്ടുകാരും ഒക്കെ കൂടി ഓഫീസിൽ കയറി തെറി പറഞ്ഞതും തല്ലാൻ പിടിച്ചതും ഒക്കെ CB മറന്നു കാണില്ല. ഞാൻ അവരുടെ ജോബ് വാക്കൻസി കണ്ട് വിളിച്ചിരുന്നു. അപ്പോൾ അവർ
പറഞ്ഞു ബയോഡാറ്റ അയക്കാൻ. ഞാൻ അയച്ചു കൊടുത്തു. അവരുടെ ഹസ്ബൻഡ് ആയിരുന്നു എനിക്ക് റിപ്ലൈ തന്നത്. അയാൾ എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് മുസ്ലിംസിന് ഇവിടെ ജോലി കൊടുക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ റീസൺ ചോദിച്ചപ്പോൾ അവർക്ക് അവിടെ മുമ്പ് എന്തായിരുന്നു മുസ്ലിം കുട്ടിയിൽ നിന്നും ദുരനുഭവം ഉണ്ടായി, അതുകൊണ്ട് മുസ്ലിം കാസ്റ്റിലുള്ളവർക്ക് ജോബ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ബട്ട് ഞാനത് വലിയൊരു ഇഷ്യൂ ആക്കാൻ നോക്കിയില്ല. പിന്നെ അയാൾ പറഞ്ഞു വീട്ടിലിരുന്ന് അവരുടെ പ്രൊഡക്റ്റ് റീസെയിൽ ചെയ്യാമെന്ന്. എനിക്കെന്താ ഓളമില്ല, ഞാൻ വിശ്വസിക്കുന്നതിന്റെ മതത്തെ അധിക്ഷേപിച്ച് അവന്റെ കടയിലെ സാധനം വിറ്റ് കൊടുക്കാൻ? ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അല്ലേ എല്ലാവരും ഉന്നയിക്കുന്നത്. ജാതിയും മതവും നിറവും നോക്കിയിട്ടാണ് ഇവർ പെൺകുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നതെന്ന് ഒരുപാട് പേർ കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവരുടെ പരിചയം കണ്ടിട്ട് ആരും അങ്ങോട്ട് കയറി ചെല്ലാൻ നിൽക്കേണ്ട, പണി കിട്ടുമെന്നുള്ളതാണ്. എന്തായാലും ഇവരുടെ ആ പരിചയം നമുക്കൊന്ന് കണ്ടു നോക്കാം. ജോലി ആഗ്രഹിക്കുന്നവരാണോ? കൂടി ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ടെൻഷൻ ഇല്ലാതെ നല്ലൊരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? 40,000 രൂപ സാലറിയിൽ ഓൺലൈൻ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഓഫറുമായി ഒലീവിയ. പ്രായപരിധി 28 വയസ്സിന് താഴെയാണ്. ഉറപ്പാണോ 40,000? ഒലീവിയയുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഒലീവിയയുടെ ഓൺലൈൻ ഓഫീസ് വരുന്നത് അടൂർ ബൈപ്പാസിനടുത്ത് ഒലീവിയയുടെ ബിൽഡിങ്ങിലായിട്ടാണ്. വേക്കൻസികൾ നമ്മൾ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ജോബ് എന്ന് മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യാൻ പാടുള്ളതല്ല. എല്ലാ ശനിയാഴ്ചയും ഒലീവിയയുടെ ഓഫീസിൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ഒരു ജോലി ആകാത്ത ഒരു അടിപൊളി ജോബ് ഓഫറുമായി ഒലീവിയ ഡിസൈൻസ് നിങ്ങൾക്ക് മുന്നിൽ. രാവിലെ 11 മണി മുതൽ വെറും 3 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് 25,000 രൂപ സാലറി കിട്ടിയാലോ? ഹോസ്റ്റലും ഫുഡും ഫ്രീ ആയാലോ? ഈ ജോലിക്കായിട്ടുള്ള പ്രായപരിധി 18നും 28 വയസ്സിനും ഇടയിലാണ്. ക്വാളിഫിക്കേഷൻ +2 എബോവ് ആണ്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വർക്കിംഗ് ടൈം. ഇതിൽ 3 മണിക്കൂർ മാത്രമാണ് നിങ്ങളുടെ ജോലി സമയം വരുന്നത്. ബാക്കിയുള്ള സമയം ഡാൻസും പാട്ടും മറ്റ് ആക്ടിവിറ്റീസുമായി നമുക്ക് അടിച്ചു പൊളിക്കാം. ഓ, സ്വർഗത്തിൽ പോലും കിട്ടും ഇത്രയും നല്ല ജോലി. അത്രയും വലിയ മനോഹര വാഗ്ദാനങ്ങളാണ് ഇവർ കൊടുക്കുന്നത് അല്ലെ. 25,000 40,000 ഒക്കെയാണ് സാലറി. ഫ്രീ ഫുഡ്, താമസം, 3 മണിക്കൂർ മാത്രം ജോലി. പക്ഷെ എല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു ജോലി ആരെങ്കിലും വേണ്ടെന്ന് വെക്കോ? അല്ല, ആഴ്ചയിൽ ഇന്റർവ്യൂ വെക്കേണ്ട ആവശ്യം എന്താ അവർക്ക്? അങ്ങനെ ഇന്റർവ്യൂ വെക്കുന്നതിന്റെ അർത്ഥം തന്നെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ മതിയാക്കി പോകുന്നുണ്ട് എന്നുള്ളതല്ലേ. അപ്പൊ ഇത്രയും മോഹന വാഗ്ദാനങ്ങളൊക്കെ ചെയ്ത് സ്റ്റാഫിനെ ജോലിക്ക് എടുത്തിട്ട് അവരെ ലിറ്ററലി ടോർച്ചർ ചെയ്യുകയാണെന്ന് അർത്ഥം. പരസ്യത്തിൽ കണ്ടല്ലേ ഇവര് ഫ്രീ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നത്. ആ പറഞ്ഞത് ഇതിന്റെ മുതലാളി തന്നെയാണ് കേട്ടോ. ഇനി ഇവരുടെ ഭർത്താവിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ഈ സ്റ്റാഫിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ച വോയിസ് ക്ലിപ്പാണത്. ആ വോയിസ് ക്ലിപ്പ് മറ്റൊന്നുമല്ല, ഇവര് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നൊക്കെയാണ് പറഞ്ഞത്. അതേ ഇവര് തന്നെ ഫുഡിന്റെ പൈസ കൊടുക്കാത്തതിന് ഒരു സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് ആണിത്. ഞാൻ എന്തായാലും ഒന്ന് കേൾപ്പിച്ചുതരാം. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ്. കഴിഞ്ഞ മാസം ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ചത് എന്റെ ക്യാഷിനാണ്. അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന്റെ 1,500 പേ ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാം ശമ്പളം വാങ്ങിച്ചു. നാളെ ജിജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ നിങ്ങളുടെ ഇത് മേടിക്കും, അല്ലെങ്കിൽ ശമ്പളത്തിൽ കട്ട് ചെയ്യും. കാരണം ചോദിച്ചാൽ നിങ്ങളെല്ലാം കൃത്യമായിട്ട് ശമ്പളം മേടിച്ചു, എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ച പൈസ തരുന്നതെന്ന് പറയുമ്പോൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല. നാളെ മുഴുവൻ ക്യാഷും ജിജി എടുത്ത് ക്ലോസ് ചെയ്ത് 1,500 ഒരു മാസം ഫുഡിന്റെ പൈസയും പിന്നെ ഹോസ്റ്റലിൽ കഴിച്ച ഫുഡിന്റെ പൈസ നാളെ തന്നെ ക്ലോസ് ചെയ്തേക്കുന്നത് 18 തീയതി. അപ്പൊ നിങ്ങൾ ഫുഡ് കഴിച്ച പൈസ ഞാൻ കൊടുക്കുന്നു പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ല. നാളെ അത് ക്ലോസ് ചെയ്തേക്കണം, ഇല്ലെങ്കിൽ ഇരട്ടി ഫൈൻ ഉൾപ്പെടെ ഞാൻ ശമ്പളത്തിൽ കട്ട് ചെയ്യും. ഒരു ന്യായീകരണവും ഇല്ല. ഇവിടെ പറയുന്നത് അനുസരിക്കുക എന്ന് മാത്രം. എങ്ങനെയുണ്ട്? ഫ്രീ ഫുഡ് എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ ഫുഡിന് പൈസ കൊടുക്കണം പോലും. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ ഡബിൾ ഫൈൻ. ഇവർക്ക് നേരെ ഉയർന്നു വരുന്ന മറ്റൊരു ആരോപണമാണിത്. അതായത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഫൈൻ ഇടും. അത്ര 25,000 രൂപ സാലറി പറഞ്ഞിട്ട് ജോലിക്ക് എടുത്തിട്ട് ഓരോ പെൺകുട്ടികൾക്കും ആകെ കിട്ടുന്നത് 15,000 15,000 ഒക്കെ തന്നെയാണ്. നല്ല അസല് തട്ടിപ്പില്ലേ. ഇതിപ്പോ ഈ കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി റീലിട്ടപ്പോൾ മാത്രം പുറത്തേക്ക് വന്ന ആരോപണം നല്ല കേട്ടോ. 4 മാസം മുന്നേ ഒരു സ്റ്റാഫിനെ മർദ്ദിച്ചതിന് ഈ സ്ഥാപനത്തിനെതിരെ പോലീസ് കംപ്ലൈന്റ് വരെ പോയിട്ടുണ്ട്. മറുനാടൻ എക്സ്ക്ലൂസീവിൽ വന്ന ആ വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം. അടൂർ ഒലിവിയ സിൽക്സിൽ സെയിൽസ് ഗേൾ ജോലിക്കെത്തിയ യുവതിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതിന് 5 വനിതാ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. കൊല്ലം ചടയമംഗലം സ്വദേശിനി ശ്രീലക്ഷ്മിയുടെ പരാതിയിൽ ജിജിമോൾ, ബെൻസി ജോൺ, ദേവിക കൃഷ്ണ, ജിഷാമോൾ, ജയലക്ഷ്മി എന്നിവർക്കെതിരെയാണ് കേസ്. 50% ഭിന്നശേഷിയുള്ള ശ്രീലക്ഷ്മി ഫെബ്രുവരി 1 ഉച്ചയ്ക്ക് 12:30 അടൂർ ഒലിവിയ സിൽക്സിന്റെ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘം ചേർന്ന് മർദ്ദിച്ചത്. 25,000 രൂപ ശമ്പളം പറഞ്ഞാണ് ശ്രീലക്ഷ്മിയെ ജോലിക്കെടുത്തത്. എന്നാൽ പരിശീലനത്തിന് വന്നപ്പോൾ ഇത്രയും കിട്ടില്ലെന്നറിഞ്ഞ് പ്രതിഷേധിച്ചു. ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പൊക്കോളാൻ ഉടമ നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് പോകാൻ
പോകാനിറങ്ങുമ്പോൾ ശ്രീലക്ഷ്മിയെ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നായിരുന്നു പരാതി. വിവരം ഉടൻ തന്നെ ശ്രീലക്ഷ്മി പോലീസിൽ അറിയിച്ചു. സ്ഥലത്ത് വന്ന പോലീസ് സംഘമാണ് ശ്രീലക്ഷ്മി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. മർദ്ദിക്കുന്ന സമയത്ത് കടയുടമയും ഭാര്യയും സ്ഥലത്തുണ്ടായിരുന്നു. മർദ്ദനമേറ്റ് തനിക്ക് നെഞ്ചിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കുണ്ടെന്ന് യുവതി പറഞ്ഞു. അതേസമയം ശ്രീലക്ഷ്മിയാണ് തങ്ങളെ മർദ്ദിച്ചത് എന്നാണ് മറ്റു ജീവനക്കാർ പറയുന്നത്. വീടിന്റെ കതക് വലിച്ചടച്ചത് ചോദ്യം ചെയ്തപ്പോൾ അസഭ്യം പറഞ്ഞതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നു. സെയിൽസ് ഗേൾസിനെ മർദ്ദിച്ചതിന് മുൻപും വിവാദമുണ്ടായ സ്ഥാപനമാണ് ഒലിവിയ സിൽക്സ്. 2020 ശമ്പളം ചോദിച്ച 2 ജീവനക്കാരികളെ കടയിലിട്ട് മർദ്ദിച്ചതിന് ഉടമയ്ക്കും ഭാര്യയ്ക്കുമെതിരെ കേസെടുത്തിരുന്നു. ജാമ്യമില്ലാ വകുപ്പിട്ടെടുത്ത കേസിൽ അന്ന് CPM നേതാവ് ഇടപെട്ട് ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. അടൂർ ബൈപ്പാസിനടുത്തുള്ള ഒരു വീട് കേന്ദ്രീകരിച്ചാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 1 രാവിലെ 11ഓടെയാണ് ചടയമംഗലം സ്വദേശിനി ശ്രീലക്ഷ്മിയെ സ്ത്രീകളടങ്ങുന്ന സംഘം മർദ്ദിച്ച് അവശയാക്കിയത്. തുടർന്ന് ശ്രീലക്ഷ്മി ഗൂഗിൾ ലൊക്കേഷൻ മുഖേന അടൂർ ഡിവൈഎസ്പി വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘമാണ് ശ്രീലക്ഷ്മി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പറയുന്നു. മർദ്ദന സമയത്ത് ഒലിവിയ ഉടമയും ഭാര്യയും സ്ഥലത്തുണ്ടായിരുന്നതായി ശ്രീലക്ഷ്മി പറഞ്ഞു. ശരി, അപ്പൊ ഇന്നേരം തുടങ്ങിയതല്ലേ ഈ സ്ഥാപനത്തിന്റെ പരിപാടി അല്ലേ? സ്ഥാപനം തുടങ്ങിയ കാലം തൊട്ടേ പാവങ്ങളെ പറ്റിച്ചും ഉപദ്രവിച്ചും ഒക്കെയാണ് ഇവർ ഇന്നീ നിലയിലെത്തിയത്. സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്നേ, കിട്ടാത്ത സാലറി കൊടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നന്മ വാരി വിതറിയിട്ട് പിന്നാമ്പുറത്ത് നടക്കുന്നതോ അസല് ഗുണ്ടായിസോ. അന്ന് മറുനാടിൽ വന്ന ന്യൂസിന് താഴെയും ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 ഞാൻ വായിച്ചുതരാം. ഇവിടെ ഞാനും ഇന്റർവ്യൂവിന് പോയതാണ്. അവിടെ നടക്കുന്നത് ചെറ്റത്തരമാണ്. ഓരോരുത്തരായി ആണ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് മുന്നേ നിന്ന കുട്ടിയോട് ജാതി ചോദിക്കുകയുണ്ടായി. അവളെ ഹിന്ദു ആണെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏതാണെന്ന് എടുത്ത് ചോദിച്ചു. പാവപ്പെട്ട കുട്ടികൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞിട്ട് സാധാരണ കുടുംബത്തിൽ നിന്നൊരു കുട്ടിക്ക് പോലും അവിടെ ജോലി കിട്ടിയിരുന്നില്ല. അത് എടുത്താലും പറഞ്ഞ സാലറിയോ കാര്യങ്ങളോ ഇല്ല. ഹോസ്റ്റൽ ഫ്രീ ആണെന്ന് പറയുന്നു. പക്ഷെ സെലക്ടഡ് ആയാൽ അതും കൊടുക്കണം. ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ കാണിക്കുന്നത് ചെറ്റത്തരമാണ്. ഞാനും അവിടെ സെലക്ടഡ് ആയി പോയ ആളാണ്. അവിടെ ജാതി നോക്കിയാണ് ആളെടുക്കുന്നത്. ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ അതിൽ ഏതാണെന്ന് ചോദിക്കും. പിന്നെ അവർ അക്കോമഡേഷൻ ഉണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾ പൈസ കൊടുക്കണം. എന്നിട്ട് ഫുഡിന് വേറെ പൈസയും കൊടുക്കണം. പിന്നെ ഓഫീസ് ഫുഡിന് 60 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞ് സാലറി അവർ പറയുന്നതൊന്നുമില്ല. ഫൈൻ ആണെന്നും പറഞ്ഞ് കിട്ടുന്ന സാലറിയിൽ നിന്ന് 3/4 അവരെടുത്ത് കളയും. പിന്നെ അവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ഫോം മേടിക്കണം. നമ്മുടെ സിം എടുക്കണം. മാസം റീചാർജ് നമ്മൾ ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് റിസൈൻ ഇട്ട് ഇറങ്ങുമ്പോൾ ആ ഫോൺ അവിടെ ഏൽപ്പിക്കണം. വീട്ടുകാർ ഓഫീസിനുള്ളിൽ കയറ്റില്ല. പിന്നെ ഇതിന് ഉടമസ്ഥൻ പറയുന്നത് ഇത് ഞാൻ നിങ്ങൾക്കൊക്കെ തരുന്ന ഔദാര്യമാണെന്ന്, അതിന്റെ ആവശ്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് തന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി അങ്ങേരെ ഔദാര്യം കൊണ്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഹിന്ദുക്കളെ മാത്രമേ ജോലിക്ക് എടുക്കുള്ളൂ. അത് മുന്തിയ ജാതികളെ മാത്രമല്ലേ. എജ്ജാതി ഫ്രോഡുകൾ ഇഷ്ടമാണ്. 1-2 പേരാണ് ഇത് പറയുന്നതെങ്കിൽ പോട്ടെന്ന് വെക്കായിരുന്നു. ഇവരുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഭൂരിഭാഗം ആളുകൾ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇവർക്കെതിരെ ആരെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഭീഷണിയും തുടങ്ങും. ഞങ്ങൾ ഇവിടുത്തെ മെയിൻ ആണ്, ഫുൾ പിടിപാടാണ്, കേസ് കൊടുത്താൽ നിങ്ങൾ തന്നെ കുടുങ്ങും. ഇതൊക്കെയാണ് ഇവരുടെ ഭീഷണി. വെറുതെ പറയുന്നതല്ല, തെളിവുണ്ട്. ഒലിവിയുടെ മുതലാളിയുടെ തന്നെ 16 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ഫുൾ ഭീഷണിയാണത്. അതിലെ പ്രസക്ത ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് ഞങ്ങളുടെ സ്വന്തം സ്ഥലമാണ്. ഞങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് അടൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രമേ കേസ് കൊടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾ ജനിച്ച് വളർന്ന നാടാണ്. ഞങ്ങൾക്ക് അതിൻ്റെ പിടിപാടും കാര്യങ്ങളും ലീഗൽ അഡ്വക്കേറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സിനിയോടും സത്യോടൊക്കെ ചോദിക്കുക. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് ഡോക്യുമെന്റ്സ് കിട്ടിയോ, അവിടെ എന്താണ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായത്, ഇതൊക്കെ നിങ്ങളോട് അവരോട് ചോദിക്കുക. അവർ ചമ്മി പോയതല്ലാതെ ഒരു പ്രയോജനം അവർക്കുണ്ടായില്ല. ഞാൻ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞതാണ്. സിനിയോട് ഞങ്ങളുടെ നാട്ടുകാരോട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഒരു 100 പത്രം മേടിച്ച് അതിൽ നിങ്ങൾ എഴുതി കൊടുക്കൂ. ഇതുപോലെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിങ്ങൾ എഴുതി കൊടുക്കൂ. അപ്പോൾ ഞാനത് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത് ധിക്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെ അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ ലജ്ജിച്ച് നാണം കെട്ട് തിരിച്ചു പോവുകയും ചെയ്തു. കാരണം ഡോക്യുമെന്റ്സും കൊടുത്തിട്ടില്ല, അവർക്കുള്ള പെൻഡിങ് ക്യാഷും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വക തരികളെ കാണിക്കാൻ വന്നത് നാണം കെട്ട് പോത്തേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ നാടാണ്. ഞങ്ങളുടെ നാട്ടിൽ ആരും അഹങ്കാരം കാണിക്കാൻ വന്നത് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഏതറ്റം വരെ പോയി അതിനെ പ്രതിരോധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ 1 വർഷം ബോണ്ട് പറഞ്ഞ് 10 ദിവസം ഞാൻ ഈ വോയിസ് ആ കുട്ടിക്ക് അയച്ചു കൊടുത്ത വോയിസ് ഇവിടെ താഴെ കൊടുക്കാം. വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലും ആ കുട്ടി അതനുസരിക്കാതെ അഹങ്കാരം കാണിച്ചു പോവുകയും അവസാനം കാശും കിട്ടിയില്ല, ഡോക്യുമെന്റ്സും കിട്ടിയില്ല. അവർക്കെതിരെ നഷ്ടപരിഹാരത്തിന് വേണ്ടി അച്ചു അവർക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതുമാണ്. അപ്പോൾ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ വിട്ടുവെച്ച് ചെയ്തതിന് മര്യാദ കാണിക്കാൻ പോയാൽ അവരാണ് വെള്ളം കുടിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ജോലി തന്നിരിക്കുന്നു. നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഫ്രണ്ട്സോ റിലേഷനോ ആരും തന്നെ ഫോണിൽ വിളിക്കാൻ പാടില്ല. ആരുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല. നിങ്ങൾക്കൊരു ജോലി തന്നതിനേക്കാളുപരി നിങ്ങളുടെ ഫ്രണ്ട്സ്, ഭർത്താവ്, സഹോദരങ്ങൾ, ബന്ധുക്കാർ, അയൽക്കാർ, നാട്ടുകാർ, രാഷ്ട്രീയക്കാർ, ഇവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്തതാകുന്നു. ആരെങ്കിലും ഫോൺ വിളിച്ചാൽ ഞങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതല്ല, ഫോൺ എടുക്കുന്നതല്ല, റിപ്ലൈ കൊടുക്കുന്നതല്ല, ആർക്കും വന്ന് നിങ്ങൾ കാണാനുള്ള അനുവാദവും ഞങ്ങൾ നൽകുന്നതല്ല. അവരുമായിട്ടൊന്നും ഈ സ്ഥാപനത്തിൽ യാതൊരു ബന്ധവുമില്ല. അതാ പറഞ്ഞത്, വേറെ ഒന്നും ജോലി കിട്ടിയില്ല, മറ്റൊരു സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ജോലി കിട്ടില്ല, ഒലിവിയും കൂടി രക്ഷപ്പെടുന്നവർ മാത്രം വന്നാൽ മതി എന്ന് പറയുന്നത്. വേറൊരു നിർഗതിയും പരിഗതിയില്ലാത്തൊരു മാത്രം അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒന്ന് രക്ഷപ്പെടണം. അവർക്ക് പിന്നെ ഞങ്ങളൊരു ജോലി ഔദാര്യത്തിൽ കൊടുക്കുമ്പോൾ മറ്റാരും തമ്മിൽ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ അവർക്ക് ജോലി കൊടുക്കാമായിരുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ ജോലി കൊടുത്ത പേരിൽ അവർ വിളിക്കുന്ന, ഇവർ വിളിക്കുന്ന, മറ്റേ വിളിക്കുന്ന, ഞാൻ ഫോണിലൊന്നും ഞങ്ങൾ അറ്റൻഡ് ചെയ്തില്ല. നിങ്ങളെ അല്ലാത്ത ഒരു ഫോൺ കോൾ പോലും ഞങ്ങൾ എടുക്കത്തില്ല. എടുത്താൽ കട്ട് ചെയ്ത് കളയും. ഒരാൾ പോലും ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് നിങ്ങളെ കാണാനും അനുവദിക്കത്തില്ല. അവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാത്തതാകും. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് അവരോട് കിട്ടിയ ജോലി ആത്മാർത്ഥയോടും സത്യസന്ധയോടും ചെയ്തു പോവുക. ഈ വായിച്ച വോയിസ് ഒത്തിരി നീളമുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും വളരെ ശ്രദ്ധിച്ച് കെയറിങ്ങോട് കേട്ട് മനസ്സിലാക്കുക. ഇവിടെ ഈ ജോലിയുമായിട്ട് നിങ്ങളുമായിട്ടല്ല, വേറെ ആരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. ആര് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല. ആരുമായിട്ട് ബന്ധമില്ല. നിങ്ങൾ തെറ്റ് ചെയ്താൽ നിയമപരമായി ഞങ്ങൾ കോടതിയിൽ പോകും. അത്രമാത്രം. അതിനപ്പുറം ഒന്നും തന്നെയില്ല. അതിന് ഞങ്ങൾക്ക് ലീഗൽ സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഉണ്ട്,
ഹൈക്കോടതി അഡ്വക്കേറ്റ്, ലോക്കൽ അഡ്വക്കേറ്റ് ഉണ്ട്, 3 പേരെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാശ് മുടക്കി തന്നെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ആനയാണ് ചേനയാണ് ഇമാതിരി ഭീഷണി മക്കളെ. ജോലിക്ക് വരുന്ന പാവങ്ങളായിട്ടുള്ള പെണ്ണുങ്ങളെയാണ് ഇവർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്. ഇവരുടെ ടോർച്ചറിങ് സഹിക്കാൻ പറ്റാതെ കുറച്ച് പേര് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സ്റ്റാഫുകൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്. ബോണ്ടൊക്കെ വെച്ചാണ് ഇവർ പെൺകുട്ടികളെ ജോലിക്ക് എടുക്കുന്നത്. 1 വർഷം ജോലി ചെയ്യണം എന്നുള്ളതാണ് ബോണ്ട് പ്രകാരമുള്ള കരാറ്. അത് തെറ്റിച്ച് കഴിഞ്ഞാണെങ്കിൽ 25,000 രൂപ ഫൈനാണ്. ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ബോണ്ട് വെച്ച് ജോലിക്ക് എടുക്കുന്ന പരിപാടി ഞാൻ അതേറ്റ് കേൾക്കുന്നത്. അല്ലേ, ഇവർ പരസ്യത്തിൽ പറയുന്ന പോലെ സ്വർഗരാജ്യമാണ് എങ്കിൽ ഇവർക്ക് എന്തിനാണ് ഈ ബോണ്ടിന്റെയും കരാറിന്റെയും ഭീഷണിയുടെയും ഒക്കെ ആവശ്യം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർ പറയുന്ന പോലുള്ള അത്രയും അടിപൊളി ജോലിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ചൂലെടുത്ത് ആട്ടിയാൽ പോലും ആരും അവിടെ നിന്ന് ഇറങ്ങി പോകില്ല. മാക്സിമം അവിടെ പിടിച്ചു നിൽക്കാനേ നോക്കത്തുള്ളൂ. ഇത് നല്ല ഒന്നാന്തരം ഉടായ്പ ആയതുകൊണ്ടാണെന്ന് ഉറപ്പിക്കാൻ വേറെ തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ഇവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കി പഠിച്ചു വിടുന്നതാണെന്നൊക്കെ പറയുന്നവരോട്, അങ്ങനെ പറഞ്ഞ് ചിലർ വരുമ്പോൾ കമന്റ് ബോക്സിൽ, അങ്ങനെയുള്ളവരോട് എനിക്ക് മറുപടി പറയണത്, ഇവർക്കെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ വർഷങ്ങളോളമായി മാസങ്ങളോളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വന്നിട്ടും ഇവർ ഇതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല. ഇവരിപ്പോഴും ഇവരുടെ പരിപാടികൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവാണ്. ഒരു വിശദീകരണവും ഇവർ ഇതിനെക്കുറിച്ച് ഇന്നേ വരെ നൽകിയിട്ടില്ല. ഇൻസ്റ്റാ പേജിന്റെ കമന്റ് ബോക്സ് ആണെങ്കിൽ ഓഫുമാണ്. മാത്രവുമല്ല ഇവർക്കെതിരെയുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് കിട്ടുകയും ചെയ്തു. ഇങ്ങനെ ജാതിയും മതവും നോക്കി പെൺകുട്ടികളെ ജോലിക്കെടുത്ത് പറയുന്ന സാലറിയും കൊടുക്കാതെ ടോർച്ചർ ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങൾ വെച്ച് പൊറപ്പിക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിനവർ എത്ര പണവും പിടിപാടുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും ശക്തമായ നടപടികൾ ഉണ്ടാവുക തന്നെ വേണം. പാവങ്ങൾക്ക് ഇവിടെ നീതി കിട്ടണമല്ലോ. നമ്മുടെ വീഡിയോ അതിനൊരു കാരണമാവുകയാണെങ്കിൽ അത്രയും സന്തോഷം. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.